ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. സെൽഫ് ലവ് എന്ന് എല്ലായിടത്തും കേൾക്കുന്ന ഒരു വാക്കാണ്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് മുസ്ലിം സ്ത്രീകൾക്ക് ഒരു സംശയം വരും. സ്വയം സ്നേഹം ഇസ്ലാമിൽ ശരിയാണോ? ഇത് സ്വാർത്ഥതയല്ലേ? ഇന്ന് നമ്മൾ ഈ വിഷയം ഇസ്ലാമിക കാഴ്ചപ്പാടിലൂടെ സാധാരണ ഭാഷയിൽ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. പൊതുവെയുള്ള തെറ്റിദ്ധാരണ എന്താണ്? സെൽഫ് ലവിനെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണ എന്താണ്? പലപ്പോഴും സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്താണ്? എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, എനിക്ക് തോന്നുന്നതെല്ലാം തോന്നിയതുപോലെ ചെയ്യുക, ബൗണ്ടറീസ് ഇല്ലാതാക്കുക, ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാതിരിക്കുക, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അവഗണിക്കുക. ഇത് ഇസ്ലാമിക സെൽഫ് ലവ് അല്ല. ഇസ്ലാം നമ്മളെ സ്വാർത്ഥരാക്കാൻ പഠിപ്പിക്കുന്നില്ല. പക്ഷേ നമ്മളെ നശിപ്പിക്കാനും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നതാണ് സത്യം. ഇവിടെയാണ് സെൽഫ് ലവിനെ കുറിച്ചുള്ള കുഴപ്പം തുടങ്ങുന്നത്. ഇസ്ലാമിൽ ഒരു പ്രധാന ആശയമുണ്ട്, അമാനത്ത്. നമ്മൾ അധിക പ്രസംഗങ്ങളിലൊക്കെ കേൾക്കാറുള്ളതാണ് അമാനത്ത്. ഈ ശരീരം, ഈ മനസ്സ്, ഈ ഹൃദയം, ഇതെല്ലാം അള്ളാഹു നമ്മൾക്ക് തന്ന ഒരു അമാനത്തായി കണക്കാക്കണം. അമാനത്ത് എന്നത് നശിപ്പിക്കാനുള്ളതല്ല, സംരക്ഷിക്കാനുള്ളതാണ്. അതിനാൽ നമ്മൾ നമ്മുടെ മനസ്സ് തകർക്കുമ്പോൾ, ആരോഗ്യം അവഗണിക്കുമ്പോൾ, വിശ്രമം വേണ്ടെന്ന് പറയുമ്പോൾ അത് തഖ്വയല്ല, അത് ഇബാദത്തുമല്ല. നമ്മളൊന്ന് വ്യക്തമായി മനസ്സിലാക്കണം. ഇസ്ലാമിക സെൽഫ് ലവ് എന്നത് നമസ്കാരം ഉപേക്ഷിക്കുകയല്ല, ഹറാം കാര്യങ്ങൾ നോർമലാക്കുകയല്ല, എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യും എന്ന മൈൻഡ് സെറ്റുമല്ല. ഇവയെല്ലാം സെൽഫ് ലവ് എന്ന പേരിൽ നമ്മളെ ദീനിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങളാണ്. ഇസ്ലാം നമ്മളെ അള്ളാഹുവിൻ്റെ അടിമകളായി ജീവിക്കാൻ പഠിപ്പിക്കുന്നു, ഈഗോയുടെ അടിമകളായിട്ടല്ല. എങ്കിൽ ഇസ്ലാമിൽ ശരിയായ സെൽഫ് ലവ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ശരീരത്തിന് വിശ്രമം നൽകുക, മനസ്സ് തളരുമ്പോൾ സഹായം തേടുക, അതിരുകൾ വെക്കുക, ഗിൽറ്റിൽ ജീവിക്കാതിരിക്കുക, അള്ളാഹുവോട് ദുആ ചെയ്യാൻ സമയം കണ്ടെത്തുക. ഇതെല്ലാം അള്ളാഹുവിനോടുള്ള ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ നിങ്ങളോട് കരുതലുള്ളവരാകുന്നത് അള്ളാഹുവിനെ മറക്കുന്നതല്ല, അള്ളാഹു നിങ്ങളോട് കരുതലുള്ളവനാണ് എന്ന് മറക്കാതിരിക്കണം നമ്മൾ. പല മുസ്ലിം സ്ത്രീകളും ഇന്ന് തളരുന്നത് ഈ ഒരൊറ്റ കാരണത്താലാണ്. സ്വയം കരുതുന്നത് ഹറാമാണെന്ന് അവർ കരുതുന്നു. പക്ഷേ ഇസ്ലാം നമ്മളെ തളരാനല്ല, ശാന്തമാകാനാണ് പഠിപ്പിക്കുന്നത്. നമ്മളെ നശിപ്പിക്കാനല്ല, സംരക്ഷിക്കാനാണ് പഠിപ്പിക്കുന്നത്. സ്വയം സ്നേഹം ഇസ്ലാമിൽ ഈഗോ അല്ല, അത് അമാനത്തിനോടുള്ള കരുതലാണ്. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് വെറുതെയല്ല, അവനോടുള്ള സ്നേഹം പരീക്ഷിക്കാൻ കാരുണ്യത്തോടെ സൃഷ്ടിച്ചതാണ്. സെൽഫ് ലവ് എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് 3 ദിവസത്തെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് കോച്ചിങ് നടത്തുന്നുണ്ട്. ഈ 2026 ജനുവരി 11, 12, 13 തീയതികളിൽ. താല്പര്യമുള്ളവർക്ക് കമൻറ്റ് ബോക്സിലുള്ള നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്.